വെൽക്കം ടു അവർ ഹോം ടൂർ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഞങ്ങൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. അതിങ്ങനെ കയറിപ്പോയേക്കാണ് നമ്മുടെ ടെറസിലേക്കെല്ലാം. ഇതാണ് നമ്മുടെ കാർ പോഷ്. ഇതാണ് ഇവിടെ ഒരു സ്ട്രേ ഡോഗ് ആണെങ്കിലും ഞങ്ങളുടെ പൊന്നനാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് സൈഡ്. ഇവിടെയാണ് ഞങ്ങളുടെ കലാപരിപാടികളും കളികളൊക്കെ. ഇത് ഞങ്ങളുടെ ഹാളാണ്, മെയിൻ ഹാളാണ്. ഇവിടെയാണ് നമ്മുടെ കൗച്ചും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത്. ചെറിയൊരു TV യൂണിറ്റ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ചെറിയ കട്ടിൽ കിടത്തിട്ടുണ്ട്, നമുക്ക് TV കാണുമ്പോഴൊക്കെ കിടക്കാൻ വേണ്ടി. ഇതെൻ്റെ കുഞ്ഞിൻ്റെ വർക്ക് സ്പേസാണ്. നമ്മൾ ഇനി തുറക്കുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമാണ്. ഇവിടെയുള്ള ഇതിനകത്ത് നമ്മളെ വർക്ക് സ്പേസാണ്. ഞങ്ങൾ ഡെൻ്റൽ വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ വർക്ക് സ്പേസാണത്. എല്ലാ ബെഡ്റൂമിനോടും അറ്റാച്ച് ചെയ്ത് തന്നെ ബാത്റൂമുണ്ട്. ഇതൊന്നും നോക്കേണ്ട, അതെല്ലാം നമുക്ക് വർക്കുകൾ അയക്കാനുള്ള വെട്ടികളാണ്. പിന്നെ ഇത് ഒരു വാഷിംഗ് മെഷീൻ അവിടെയുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. ഇത് ശരിക്കും ഡൈനിങ് റൂമാണ്. നമ്മൾ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഓർഡർ വയ്ക്കാനും ചെറിയൊരു ഫ്രിഡ്ജും അവിടെ കുറച്ച് സാധനങ്ങളും. പിന്നെ തമിഴ്നാട്ടിലെ കിച്ചൺ അറിയാലോ, വളരെ ചെറിയ കിച്ചണായിരിക്കും. ചെറിയ സ്ഥലത്ത് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, എത്ര വലിയ വീടാണെങ്കിലും. ഇനി നമ്മൾ മുകളിലത്തെ നിലയ്ക്ക് പോകുന്നത് ഒരു ഡബിൾ സ്റ്റോറി ഹൗസാണ്. അവിടെ കണ്ട ഒരു ഗ്ലാസ്, ആ ഗ്ലാസ്സിൽ കൂടെ രാവിലെയുള്ള വ്യൂ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ മുകളിലത്തെ നിലയിലെ ഹാളാണ്. അവിടെ തന്നെ കാണാൻ പറ്റും എൻ്റെ സ്റ്റഡി സ്പേസ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് സ്പേസ് ഉണ്ട്. പിന്നെ താഴെ കിടന്ന് പുതിയ കവച്ച് പുതിയ സോഫ സെറ്റ് വാങ്ങിച്ചപ്പോൾ പഴയത് മുകളിൽ കൊണ്ട് ഇട്ടു. അത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ നമുക്ക് കാണുന്ന ബ്ലാക്ക് ഡോറാണ് പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള വഴി. ഇത് പിന്നെ പറയുകയാണ് വേണ്ടി, ഇത് ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമാണ്. അവിടെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇത് ഞങ്ങളുടെ വേറെ വർക്ക് റൂമാണ്. ഇവിടെയാണ് മെയിൻ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇനി കാണുന്നത് ഇതാണ് നമ്മുടെ ബെഡ്റൂം. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂംസാണുള്ളത്. മെയിൻ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസാണ്. പക്ഷേ ഇവിടെ വാർഡ്രോബ്സ് ഒന്നും തമിഴ്നാട്ടിൽ വയ്ക്കാത്തത് കൊണ്ട് തന്നെ അവർ ഷെൽഫിലായിരിക്കും എപ്പോഴും ചെറിയ തട്ടുകളായിട്ട് പണിത് റാക്കുകളായിട്ട് വയ്ക്കണം. പിന്നെ ഇത് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ ബാൽക്കണിയാണ്. അവിടെയാണ് പാഷൻ ഫ്രൂട്ട് മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത്. പിന്നെ അടുത്തടുത്ത് കാണുന്നത് എല്ലാ വീടുകളാണ്. തമിഴ്നാടിൻ്റെ വീടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, എല്ലാ വീടുകളും കൈ എത്തി തൊടുന്ന ദൂരത്തിലായിരിക്കും. എല്ലാ വീടുകളും തൊട്ടടുത്തടുത്ത് തന്നെ ഉണ്ട്. നമുക്കൊന്ന് ഹായ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കാം. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടുത്തെ ചെറിയൊരു ഗണപതി അമ്പലം ഉള്ളത്. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഞങ്ങളുടെ കുഞ്ഞ് കളിക്കാനുള്ളത് കൊണ്ട് അതിങ്ങനെ താഴത്ത് ബെഡ് എടുത്തിട്ടിരിക്കുന്നു. ഞങ്ങൾ ആരും അത് യൂസ് ചെയ്യാറില്ല. ഇതിന്